تعالى. السلام عليكم ورحمة الله. الحمد لله وحده وأتباعه البررة. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കട്ടെ. നമ്മൾ എടുക്കുന്ന നോമ്പ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും കുറ്റമറ്റ നിലയിൽ അല്ലാഹുവിന് പൊരുത്തമുള്ള അമലുകളിൽ അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും എല്ലാ അപരാധങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. വിശുദ്ധമായ റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാപ്പകലുകൾ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികൾ, അല്ലാഹു തആല അതിന്റെ എല്ലാ നന്മകളും വാരിക്കൂട്ടുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക്, വിശിഷ്യ നമ്മളിൽ നിന്ന് അകലെ നിൽക്കുന്ന പ്രവാസികൾക്ക് അല്ലാഹു എല്ലാവിധ സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും നൽകുമാറാകട്ടെ. നമുക്കിനി ചർച്ച ചെയ്യേണ്ടത് ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചാണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം, ജമാഅത്ത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. കുറഞ്ഞ ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? ഇൻഷാ അല്ലാഹ് കഴിയുന്ന നമുക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞു തീർക്കാം. നമ്മള് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ നമ്മളൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാനും തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവര് കേൾക്കട്ടെ അല്ലേ? പഠിക്കുന്നവര് പഠിക്കട്ടെ. ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും എല്ലാം അറിയാവുന്നവരാണ് എങ്കിലും തദ്കീർ, ഓർമ്മിപ്പിക്കല് മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ശുരിഅത്ത് ഫിൽ മദീന, ജമാഅത്ത് നിസ്കാരം മദീനയിൽ വെച്ചാണ് ശറഅക്കിയത്. കാരണം എന്താ? മക്കയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാം രഹസ്യമായിട്ട് ചെയ്ത കാലമാണ്. ജമാഅത്ത് നിസ്കാരം പരസ്യമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ മക്കയിൽ അതിനുള്ള സൗകര്യമില്ലായിരുന്നു. ജുംഅ നിർബന്ധമാക്കിയതുപോലെ വാമ്പ് സുന്നത്താക്കിയത് മദീനയിലാണ് എന്നതുപോലെ ജമാഅത്ത് നിസ്കാരവും മദീനയിൽ വെച്ചിട്ടാണ് ശറഅത്ത്. നമുക്കറിയാം, അഖല്ലുഹ ഇമാമും വ മഅ്മൂം. ഏറ്റവും കുറഞ്ഞതൊരു ജമാഅത്ത് നിസ്കാരത്തിന് ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടാകണം. ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ഏതാണ്? ഫിൽ ജുംഅത്തി, ജുംഅയിലെ ജമാഅത്ത് നിസ്കാരമാണ്. ജുംഅയിലെ ജമാഅത്തിന്റെ പ്രത്യേകത അത് നിർബന്ധവുമാണ്. അഥവാ ജമാഅത്തായിട്ട് നിർവഹിച്ചാലേ ജുംഅ സഹിയാവുകയുള്ളൂ. അപ്പൊ അത് ഫർളാണല്ലോ. സുന്നത്തിനേക്കാൾ മഹത്വം, ശ്രേഷ്ഠത ഏതിനാണ്? ഫർളിന്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് നിസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് ജുംഅയിലെ ജമാഅത്താണ്. സുമ്മ ഫീ സുബ്ഹിഹ, പിന്നെ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിക്കാണ് പിന്നെ ജമാഅത്തിൽ ഏറ്റവും മഹത്വം. സുമ്മ സുബഹി, പിന്നെ മറ്റുള്ള എല്ലാ സുബഹി നിസ്കാരവും. ജുമ്മ കഴിഞ്ഞാൽ പിന്നെ വഖത്തുകളുടെ ജമാഅത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുബഹിയുടെ ജമാഅത്താണ്. സുബഹിയുടെ ജമാഅത്തിന്റെ പ്രതിഫലം എന്താ? മൻ സല്ലല്ലാ സ്വലാത്തൽ സുബഹി ഫി ജമാഅത്തിൻ കഅന്നഹു ഖാമൽ ലൈല കുല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അന്നത്തെ രാത്രി മുഴുവനും അവൻ അള്ളാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ചെറുതല്ല. ഒരു സുബഹി 2 റക്അത്ത് പള്ളിയിൽ വന്ന് എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം ഒന്ന് ആലോചിച്ച് നോക്കി. രാത്രി 6-7 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങി. അല്ലാഹു തആല ആ ഒരു സുബഹിയുടെ നമുക്ക് തരുന്ന പ്രതിഫലം ആ 6-7 മണിക്കൂർ ഉറങ്ങിയ സമയം ഉൾപ്പെടെ ആ രാത്രി മുഴുവനും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രതിഫലം അതിലുണ്ട്.
സുമ്മൽ ഇഷാവും, പിന്നെ പ്രതിഫലങ്ങളിൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഏതിനാണ്? ഇഷാന്റെ പ്രതിഫലം എന്താ? രാത്രിയുടെ പകുതി സമയം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഇവിടെയൊക്കെ നിസ്കാരമുള്ളവർ തന്നെ പരമാവധി വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ നോക്കുന്നവർ ഈ മഹത്വങ്ങളൊക്കെ അറിയണം. കാരണം ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ആരോഗ്യ ആഫിയത്ത് ഉള്ള സമയത്തെ പള്ളിയിലേക്ക് ഒന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ, സൗകര്യത്തിൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഈ പ്രതിഫലമൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അസർ കഴിഞ്ഞാൽ പിന്നെ ഇഷ കഴിഞ്ഞാൽ സുമ്മൽ അസർ, പിന്നെ അസറാണ്, സുമ്മൽ ലഹറു, സുമ്മൽ മഗ്രിബു അഫ്ളലു, പിന്നെ മഗ്രിബാണ് ഏറ്റവും ശ്രേഷ്ഠം. സാധാരണ പള്ളികളിലൊക്കെ ജമാഅത്ത് നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് വഖത്തിനാ? മഗ്രിബിന്. ആ സമയമാണ് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ഉള്ളത്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പൊ സുബഹിക്ക് നമുക്കറിയാലോ, സുബഹിയാണ് ഏറ്റവും ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ഷമ ഉള്ളവർക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുള്ളൂ. അതുപോലെ ഇഷാന്റെ കാര്യവും. പിന്നെ അസർ എന്ന് പറയാൻ കാരണം മിക്കവാറും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്ന സമയമല്ലേ, അപ്പൊ ആ സമയം. അപ്പൊ ആ സമയത്തിന്റെ ഗൗരവവും ആളുകൾ അതിന് എത്രത്തോളം പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ് ആ പ്രതിഫലങ്ങൾ വെച്ചിരിക്കുന്നത്. സ്വലാത്തുൽ ജമാഅത്ത് ഫി അദാഇ മക്തൂബത്തിൻ സുന്നത്തും മുഅക്കദ. ജുംഅ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തും മുഅക്കദയാണ്, അഥവാ ഏറ്റവും പ്രബലമായ സുന്നത്താണ്. എന്നാൽ ഫർദ് കിഫായയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിലുണ്ട്. രണ്ടും മനസ്സിലാക്കണം. ഒരു നാട്ടിൽ ജമാഅത്ത് ഓരോ വഖത്തും ജമാഅത്ത് നടക്കൽ ഫർദ് കിഫായയാണ്, അഥവാ സാമൂഹ്യ ബാധ്യതയാണ്. ഇപ്പൊ നമ്മൾ റാത്തിക്കല് ഒരു പള്ളിയുണ്ട്, അപ്പൊ എല്ലാവരും നിസ്കരിക്കൽ ഫർദ് ഐന്, പക്ഷെ പള്ളിയിൽ ജമാഅത്ത് നടക്കൽ ഫർദ് കിഫായ. അഥവാ ഏതെങ്കിലും ഒരു വഖത്ത് ഒരു ജമാഅത്ത് പള്ളിയിൽ നടന്നില്ല എങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരും കുറ്റക്കേതുപോലെ. ഒരു നാട്ടിൽ ജനാസ നിസ്കരിക്കാൻ ആരും വന്നില്ലെങ്കിൽ ഫർദ് കിഫായാണല്ലോ ജനാസ നിസ്കാരം, എല്ലാവരും കുറ്റക്കാരാണെന്ന് പോലെ ഒരു നാട്ടിൽ ഒരു വഖത്ത് ജമാഅത്ത് നടന്നില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാർ. വ്യക്തിപരമായി നോക്കുമ്പോൾ അത് സുന്നത്തും മുഅക്കദയാണ്. ലിൽ ഖബറിൽ മുത്തഫഖ് അലൈഹി, ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, ഏറ്റവും പ്രശസ്തമായ വാക്കാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാ. സ്വലാത്തുൽ ജമാഅ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി, ഒറ്റയ്ക്കുള്ള നിസ്കാരത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ബി 27 ദറജ, 27 പദവി, 27 പദവി കൂടുതലാണ്. രണ്ടുമല്ല, 27 ഇരട്ടി പ്രതിഫലം ഒറ്റയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ഇവിടെ അതിന് കൂടുതലുണ്ട്. എന്തുകൊണ്ട് 27 ഇരട്ടി പ്രതിഫലം ജമാഅത്ത് നിസ്കാരത്തിന് കിട്ടുന്നുണ്ട്? മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് 27 പ്രതിഫലം, 27 പ്രത്യേകതയും ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 മഹത്വം അതിനുണ്ട്. ആ 27 മഹത്വം ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. അവ്വലുഹ ഇജാബത്തുൽ മുഅദ്ദിനി ബിനിയ്യത്തി സ്വലാത്തി ഫി ജമാഅ. ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആ മുഅദ്ദിന് ഉത്തരം കൊടുക്കുന്നുണ്ട്, ആ മുഅദ്ദിന്റെ ക്ഷണം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പള്ളിയിലേക്ക് വന്നാൽ. കാരണം വിളിക്കുന്നത് എന്താണ്? ഹയ്യ അലസ് സ്വലാ, വീട്ടിൽ നിസ്കരിക്കുന്നതാണ്. അങ്ങനെയാണോ? പിന്നെന്താ വിളിക്കുന്നത്? പിന്നെന്താ വിളിച്ച് 2 ദിവസമൊക്കെ വിളിച്ചില്ലേ? ഹയ്യ അലസ് സ്വലാ, നല്ല ഈണത്തില്. പഴയ മോദിന്മാരൊക്കെ ആദ്യങ്ങളെ പള്ളിയിലെ പഴയ മോദിന്മാരൊക്കെ വീണ്ടും വന്ന് വിളിക്കുന്ന കേട്ടില്ലേ? ഹയ്യ അലസ് സ്വലാ അല്ലേ? നിസ്കാരത്തിലേക്ക് വരെന്ന് പറഞ്ഞാൽ എവിടെ വരണം? പള്ളിയിൽ വരാന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുഅദ്ദിന്റെ ക്ഷണം സ്വീകരിക്കണമെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. 2 നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് തന്നെ പള്ളിയിലേക്ക് വരിക എന്നുള്ള സുന്നത്ത് കിട്ടും. കാരണം വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിസ്കാരത്തെ ബന്ധിപ്പിക്കും, പല കാര്യങ്ങളും പല ആവശ്യങ്ങളും. പള്ളിയിൽ വന്ന് ജമാഅത്ത് കിട്ടണമെങ്കിൽ സമയത്തെത്തണം. അപ്പൊ ബാങ്ക് വിളിക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം?
പള്ളിയിലേക്ക് വരണം. അത് ജമാഅത്ത് കൊണ്ടേ അത് കിട്ടുകയുള്ളൂ. വൽ മശീലൽ മസ്ജിദ് ബിസ്സകീന, മറ്റെന്താണ്? പള്ളിയിലേക്ക് സാവധാനത്തിൽ നടന്നു വരിക എന്നുള്ള പ്രതിഫലം. പള്ളിയിലേക്ക് നടക്കുക വലിയ പ്രതിഫലമാണ്. നടക്കാൻ കഴിവുണ്ടെങ്കിൽ നടന്നു തന്നെ വരിക. കേട്ടിട്ടുണ്ട് ഒരുപാട് അല്ലേ? ഒരാള് പരിപൂർണമായ വുളൂഅ് വീട്ടിൽ വെച്ചെടുത്തു, അങ്ങനെ വുളൂഅ് ചെയ്ത് വുളൂഇന്റെ എല്ലാ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും അവൻ ശ്രദ്ധിച്ച്, എന്നിട്ട് അവൻ പള്ളിയിലേക്ക് നടന്നു വന്നാൽ ഓരോ ചുവട്ടടിക്കും അല്ലാഹു തആല 10 പ്രതിഫലം എഴുതും, 10 തിന്മകളെ മായ്ക്കും, 10 പദവികൾ അല്ലാഹു തആല ഉയർത്തുന്നതാണ് അല്ലേ? അതുകൊണ്ടല്ലേ മദീന പള്ളിയുടെ അടുത്ത് കുറെ കാലിയായ സ്ഥലങ്ങൾ കണ്ടു സഹാബാക്കൾ. അപ്പോൾ ചിലർ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വളരെ ദൂരത്ത് നിന്നാണ് ജമാഅത്തിന് വരുന്നത്, വളരെ കഷ്ടപ്പെട്ട് കുറെ നടന്നാ വരുന്നത്, മദീന പള്ളിയുടെ അടുത്ത് ഒരുപാട് സ്ഥലം കാലിയായിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെറിയ വീടൊക്കെ വെച്ച് റൂമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വന്നിട്ട് പള്ളിയിലേക്ക് കയറാം. പലരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ അല്ലെ? നല്ലതാണ്. ശരി, വിസല്ലല്ലാഹു പറഞ്ഞെന്നറിയോ? മഖാമക്കും, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക. തുക്തബു ആസാറുക്കും, സഹാബാക്കളെ നിങ്ങൾ എത്ര ചുവട്ടടി വരുന്നുണ്ടോ ആ ചുവട്ടടി മുഴുവനും അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ദൂരം വരാൻ പറ്റോ അത്രയും ദൂരം നിങ്ങൾ വരിക. അതുകൊണ്ടല്ലേ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ, ഞാൻ അന്ധനാണ്, കണ്ടു കാണില്ല, എനിക്ക് എല്ലാ വഖത്തിലും അങ്ങയുടെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാറില്ല, എനിക്ക് ഇളവുണ്ടോ നബിയെ? അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനോട് മുത്തുനബി പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്നൊരു കയർ നീ പള്ളിയിലേക്ക് കിട്ട അബ്ദുല്ലാ, എന്നിട്ട് ആ കയറിൽ പിടിച്ചുകൊണ്ട് നീ പള്ളിയിലേക്ക് ജമാഅത്തിന് വരണേ അബ്ദുല്ലാ, നിനക്ക് പ്രതിഫലം കിട്ടാൻ അതാണ് വഴിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ധനായ സഹാബിക്ക് പോലും നബി തങ്ങൾ എന്ത് എടുത്തില്ല, കാരണം അവർക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന എന്തിനാ? അപ്പൊ ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ, എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് വരേണ്ടതല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കാര്യമായാലും ഏത് വിഷയമായാലും അല്ലെ, നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ? ആയിഷാ ബീവിയോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലിഹി, നബിതങ്ങൾ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? നബിതങ്ങൾ വീട്ടിലാകുമ്പോൾ നബിതങ്ങളുടെ പെരുമാറ്റം, രീതി, നബിതങ്ങൾ ഏത് കാര്യത്തിലാണ് വ്യാപൃതരായിരുന്നത് ചോദിച്ചു. സഹാബാക്കൾ വന്നിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? മഹദി അവർകൾ കാന ഫീ മിഹ്നത്തി അഹ്ലിഹി, നബിതങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ഭാര്യയെ സഹായിക്കുന്ന ജോലിയിലായിരിക്കും. അല്ലെ, വിറക് വെട്ടിക്കൊടുക്കും, പാല് കറന്നു കൊടുക്കും, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, മാവ് കൊഴിച്ചു കൊടുക്കും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫൈദാ സമിഅൽ അദാൻ, ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നബിതങ്ങൾ എല്ലാം വിട്ടിട്ട് പള്ളിയിലേക്ക് ഓടിപ്പോകും. മറ്റൊരു ഹദീസിൽ ഒരു റിവായത്തിലുള്ളത്, പിന്നെ നബിതങ്ങൾ ഞങ്ങളെ അറിയാത്തത് പോലെയാണ് നബിതങ്ങളുടെ രീതി. ഏത് തിരക്കും ജോലിയിലാണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ നബിതങ്ങൾ ഉടനെ പള്ളിയിലേക്ക് ഓടും. അപ്പൊ ഇതൊക്കെ ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം അല്ല നമുക്ക് വിളിച്ചു പോകുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ പള്ളിയിലേക്ക് നടന്നു പോകുക എന്നുള്ള മഹത്വമുണ്ട്. 3, വദുഖൂലുൽ മസ്ജിദ് ദാഇയ, അടുത്തൊരു മഹത്വമാണ് എന്താ? പള്ളിയിലേക്ക് വരുമ്പോൾ ദുആ ചെയ്തുകൊണ്ട് പള്ളിയിൽ കടക്കുന്നതിന്റെ പ്രതിഫലം കിട്ടും. അത് വെട്ടിക്കിട്ടോ? ഇല്ല. പള്ളിയിലേക്ക് വന്നാലല്ലേ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലേ പറയുന്നല്ലേ? വലത് കാല് വെച്ച് പള്ളിയിലേക്ക് കയറുമ്പോൾ ഇത് പറയണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിർ റഹ്മതിക. രണ്ടും റിവായത്ത് ഹദീസിൽ വന്നിട്ടുണ്ട്, രണ്ടും പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിർ റഹ്മതിക എന്ന് പറയാം, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണേ. തിരിച്ചിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങുകയും എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ ഫളിക, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ ഫളിക. അവിടെ ഫളിക എന്നാണ് ആ ഒരു വ്യത്യാസമുള്ളൂ. ആദ്യം കയറുമ്പോൾ അബ്വാബ റഹ്മതിക, ഇറങ്ങുമ്പോൾ അബ്വാബ
ഫാദിലിക്ക. അള്ളാഹു തആല സുന്നത്ത് വലിയ സുന്നത്താണ്, നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. അത് പതിവാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്ന് കയറി ഇറങ്ങി ചെയ്തത് കിട്ടോ? ഇല്ല. ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് വരണം. ഇതിന് ഓരോന്നും ഇത് കിട്ടുന്നത് കൊണ്ടാണ് സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ജമാഅത്ത് നിസ്കാരം ഒറ്റയ്ക്കുള്ള നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി ദറജ പ്രതിഫലമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊന്ന് വസലാത്തു തഹിയ്യത്തി ഇൻദ ദുഖൂലിഹി, പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. 2 റക്അത്ത് തഹിയ്യത്ത് വീട്ടിലില്ലല്ലോ, അതും പള്ളിയിൽ വരുമ്പോഴാണ് കിട്ടുന്നത്. അതിപ്പോ പള്ളിയിലേക്ക് വന്ന് സുന്നത്ത് നിസ്കാരത്തിന്റെ സമയത്താണെങ്കിൽ ആ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെ ഏതും കിട്ടും. നമ്മൾ പറഞ്ഞില്ലേ, തഹിയ്യത്തും കിട്ടും. ഫർളാണ് നിസ്കരിക്കുന്നെങ്കിൽ ആ ഫർദിനോടൊപ്പം ഈ തഹിയ്യത്തിന്റെ മഹത്വം കിട്ടും. ഏതായാലും തഹിയ്യത്ത് കിട്ടണമെങ്കിൽ പള്ളിയിൽ വരണം. മറ്റൊന്ന് വന്തിലാറുൽ ജമാഅ, ജമാഅത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ പ്രതിഫലമുണ്ട്. ഒരാൾ പള്ളിയിൽ വന്ന് എത്ര സമയം ജമാഅത്ത് നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്നുവോ അത്രയും സമയം ഫഹുവ ഫിസ്സലാ, അവൻ നിസ്കാരത്തിൽ തന്നെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് 10 മിനിറ്റ് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ അത് നഷ്ടമല്ല. അവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയാണ് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് പള്ളിയിലാണ് കിട്ടുന്നത്. വസ്സലാത്തുൽ മലായികത്തി അലൈഹി, അവന്റെ മേൽ മലക്കുകളുടെ സ്വലാത്ത് കിട്ടുന്നതാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ മലക്കുകൾ ജമാഅത്തായി നിസ്കരിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതാണ്. മാത്രമല്ല മലക്കുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ ഉണ്ടാവുകയും ചെയ്യും. മലക്കുകളോടൊപ്പം നിസ്കരിക്കണമെങ്കിൽ എവിടെ വരണം? പള്ളിയിൽ വരണം. പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലും. സുബഹി നിസ്കാരത്തിൽ പകലിലെ മലക്കുകൾ വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങും. പകലിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എഴുതുന്ന മലക്കുകൾ കിറാമുൻ കാത്തിബൂൻ, അവർ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടാകും. എന്നിട്ടാണ് അവരുടെ ജോലി തുടങ്ങുന്നത്. രാത്രിയിലെ മലക്കുകൾ അവർ അസർ നിസ്കാരത്തിന് എന്ത് ചെയ്യും? പള്ളിയിൽ വരും. അപ്പൊ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവർ അവരെ കാര്യങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കും, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെ കണ്ടു? അപ്പോൾ ഈ മലക്കുകൾ പറയും, ആരാണോ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് അവരോടൊപ്പം ഉണ്ടായിരുന്നത് അവരെ കുറിച്ച് അള്ളാഹുവിനോട് അവർ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ, അള്ളാഹുവേ ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നിസ്കരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വറക്കിനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടു വരുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അത് സുബഹിയിലും അസറിലും ജമാഅത്ത് നിസ്കരിക്കാൻ കൂടുന്നവരെ കുറിച്ചാണ് മലക്കുകൾ അള്ളാഹുവിന്റെ സാക്ഷി പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുണ്ട്. പിന്നെയോ വശഹാദത്തുഹും ലഹു, ഇപ്പൊ നമ്മൾ പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ ഇവരെ കുറിച്ച് സാക്ഷി നിൽക്കും മലക്കുകൾ. അള്ളാഹുവിന്റെ അടുക്കൽ ഇപ്രകാരം പറയും, വഇജാബത്തുൽ ഇഖാമ, ഇഖാമത്തിന് ക്ഷണം സ്വീകരിക്കലും നമുക്ക് പള്ളിയിൽ കിട്ടുന്നതാണ്. കാരണം നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്? ഇഖാമത്ത് കൊടുക്കാൻ. പള്ളിയിലാണെങ്കിലോ മുഅദ്ദിന്റെ ഇഖാമത്തിന് നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്, അല്ലേ? അത് ഇവിടെയല്ലേ കിട്ടുള്ളൂ. അതിനും പ്രതിഫലമാണ്. അടുത്തത് വസ്സലാമത്തു മിനശ് ശൈത്താനി ഹീന യഫിറു ഇൻദൽ ഇഖാമ, പള്ളിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ശൈത്താൻ ഓടുമല്ലോ, ആ സമയത്ത് പിശാചിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. അതും പള്ളിയിലാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. നമ്മൾ ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുമ്പോൾ ശൈത്താൻ ഓടും, കീഴ്വാവിട്ടുകൊണ്ട് ഓടും, വീണ്ടും തിരിച്ചു വരും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും പിശാച് ഓടും. അത് നമ്മൾ പള്ളിയിലാണെങ്കിൽ അവരിൽ നിന്ന് ആ സമയത്ത് രക്ഷപ്പെടാം. മറ്റൊരു പ്രതിഫലം, ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇത് കിട്ടില്ല. നമ്മൾ ഇഖാമത്ത് കൊടുത്ത് ഇമാം എപ്പോഴാണ് തക്ബീർ ചൊല്ലുന്നത് കാത്ത് നമ്മൾ എന്ത് ചെയ്യും? നിയ്യത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. അതിനും പ്രതിഫലമാണ്. ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്നുള്ള പ്രതിഫലമുണ്ട്. അത് ചെറുതല്ല. 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടൊപ്പം ആദ്യത്തെ തക്ബീറിലായ ഒരാൾ 40 ദിവസം ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അല്ലാഹു തആല 2 മോചനം കൊടുക്കും.
ബറാഅത്തും മിനൻ നിഫാഖ് വബറാഅത്തും മിനൻ നാർ. ഒന്ന് കാപട്യത്തിൽ നിന്നുള്ള മോചനം കൊടുക്കും, രണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം. എന്താ 40 ദിവസം സ്ഥിരമായി അവ്വൽ തക്ബീർ ഇമാമിനോടൊപ്പം ഇമാമ തക്ബീർ തീറാൻ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ജമാഅത്ത് കിട്ടുമെന്ന് പറഞ്ഞ് ഓടി വരുന്ന അവസാനം ഒന്ന് കൂടുന്നവരല്ല, ആദ്യത്തെ തക്ബീറോടുകൂടി 40 ദിവസം സ്ഥിരമായിട്ട് ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹു 2 മോചനം. ഒന്ന്, കാപട്യം പിന്നെ അവനിൽ ഉണ്ടാവൂല, രണ്ട്, നരകം പിന്നെ അവന് കിട്ടൂല. എല്ലാ വക്കത്തും മൊത്തം 40 ദിവസം 5 വക്കത്തും മനസ്സിലായില്ലേ? അങ്ങനെ 40 ദിവസം മൻ സല്ല 40 യൗമ എന്ന 40 ദിവസം. അല്ലാഹുവേ, അപ്പൊ അതും എവിടെ നിന്ന് കിട്ടണമെങ്കിൽ പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കുക, സഫുകൾ നേരെയാക്കുക. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് എവിടെ സഫ് നേരെയാക്കാനല്ലേ? സഫ് നേരെയാക്കുന്നതിന് പ്രതിഫലമുണ്ട്, വെറുതെ അല്ല. ഇമാമങ്ങൾ പ്രത്യേക സുന്നത്ത് സഫ് ശരിയാക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലേ? ഇടയിൽ വിടവ് വരാൻ പാടില്ല. വിടവ് വന്നാൽ അവിടെ ശൈത്താൻ കയറി നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകാൻ പാടില്ല. വളഞ്ഞു പോയാൽ എന്താ പ്രശ്നം? വളഞ്ഞാൽ എന്താ? സഫ് വളഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? നാട്ടില് കലാപങ്ങളും അടിയും ബഹളവും കൂടും. സഫ് വളഞ്ഞാൽ, പള്ളിയിലെ സഫ് വളയലും സഫ് നേരെയാകലും പോലെയാണ് നാട്ടിലെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ട്? സഫ് നേരെയായാൽ കൽബ് നേരെയാകും. സഫ് വളഞ്ഞു തിരിഞ്ഞു പോയാൽ കൽബുകളും വളഞ്ഞും തിരിഞ്ഞും പോകും. അതാണ് പ്രശ്നം. അവ ഉപ്പിറ്റ് നോക്കി എല്ലാ സഫ് എന്ത് ചെയ്യുക? നേരെയാക്കി നിന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സഫകൾ വളരുന്നാൽ നിങ്ങളുടെ കൽബുകൾ തമ്മിൽ തെറ്റിപ്പോകും. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് ശരിയാക്കി നിൽക്കുക, നേരെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് നിരനിരയായി സഫുകൾ നിർത്തുമ്പോൾ എത്രത്തോളം നേരെയാക്കി നിബിതങ്ങൾ ശ്രദ്ധയോടെ നിർത്തുമോ, അതുപോലെ നിസ്കാരത്തിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് ശരിയാക്കി നിർത്തുമായിരുന്നു. അതൊക്കെ ചിട്ടയല്ലേ? അല്ലെ? അതൊക്കെ ഒരു ഡിസിപ്ലിനാണ്. അതൊക്കെ സത്യവിശ്വാസികളിൽ മാത്രം കാണാൻ പറ്റുന്ന നന്മകളാണ്. അല്ലാഹു അക്ബർ. അപ്പൊ അതും ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇടയിലുള്ള വിടവുകളെ നികത്തുക. വജവാബുൽ ഇമാം ഇൻദ ഖൗലിഹി സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാം പറയുമ്പോൾ ആ വാക്കിന് മറുപടി കൊടുക്കും. നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്ത് പറയും? റബ്ബനാ ലക്കൽ ഹംദ്, അല്ലേ? അതുപോലെ തന്നെ വൽ അംനു മിനസ് സഹവി ഗാലിബ. സാധാരണ നമുക്ക് മറതി സംഭവിക്കുന്നത് കൂടുതൽ എപ്പോഴാ? റകാത്തിന്റെ എണ്ണം തെറ്റിപ്പോവുക. പലത് എപ്പോഴാണ്? ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാണോ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാ? ഒറ്റയ്ക്ക് നിസ്കരിക്കണം. അപ്പൊ ജമാഅത്താകുമ്പോഴോ നമുക്ക് തെറ്റിപ്പോയാൽ ഇമാമ്, അല്ലെ, നമുക്ക് 3 തോന്നുന്നില്ല, ഇമാമ് 4 നമുക്ക് മനസ്സിലാവും ഇത് 4 പലപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ടാണല്ലോ ഇമാമിനെ പിൻപറ്റി അങ്ങ് പോകലല്ലേ. അപ്പൊ അങ്ങനെ മറതി സംഭവിക്കാതിരിക്കണമെങ്കിലും എന്ത് വേണം? ജമാഅത്ത് നിസ്കാരം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെയോ തംബീഹുൽ ഇമാമി ഇദാ സഹ, ഇമാം മറന്നുപോയി ഇമാമിനെ ഉണർത്തുക. അതും ജമാഅത്ത് നിസ്കാരത്തിലല്ലേ? അതിനും പ്രതിഫലമാണ്. വഹുസൂലുൽ ഖുശൂഇ വസ്സലാമത്ത് മിമ്മാ യുൽഹി ഗാലിബ. സാധാരണ ഒറ്റയ്ക്കുള്ള നിസ്കാരത്തില് ചിലപ്പോൾ ഭയഭക്തിയും അതുപോലെ തന്നെ കുറെ ചിന്തകളൊക്കെ വന്നേക്കാം. അതിൽ നിന്നൊക്കെ ഒഴിയാനും ജമാഅത്ത് നിസ്കാരം പ്രധാനമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ വേഗത്തിൽ നിസ്കരിക്കാൻ തോന്നും, അല്ലെ? വേറെ ഏതെങ്കിലുമൊക്കെ ചിന്തകള് കാര്യങ്ങളൊക്കെ. പള്ളിയിലാകുമ്പോൾ നമ്മൾ പലപ്പോഴും പള്ളിയിൽ അള്ളാഹുവിന്റെ ചിന്ത കൂടുന്ന സ്ഥലമാണ്. അപ്പോ പള്ളിയിലുള്ള നിസ്കാരത്തിൽ ഖുശൂഉ കൂടും. മറ്റുള്ള വസ്വാസുകളൊന്നും വരാതിരിക്കാൻ. മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ടതല്ല. നിസ്കാരത്തില് നമ്മൾ നല്ല ഡ്രസ്സില് നല്ല ഭയഭക്തിയോടെ നല്ല വേഷത്തിൽ പള്ളിയിലേക്ക് വരും. ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണ്ട, ഇപ്പൊ എന്താ പുതിയ ഷർട്ടൊക്കെ ഇടുന്നതിന് നല്ലൊക്കെ എടുത്തിടുന്നതിനല്ലേ? വീട്ടിലല്ലേ, ഒറ്റയ്ക്കല്ലേ? നമ്മൾ ഒരു അരമുണ്ട് കൊടുത്തിട്ട് ഒറ്റ കുളിക്കുന്ന തോറത്തെടുത്ത് തോളിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും? അത് നിസ്കരിക്കും. നിസ്കാരം സഹിയാവും. പക്ഷേ നല്ല ഡ്രസ്സ് ധരിച്ച് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് എന്തായാലും ആ തോർത്ത് കൊടുത്തിട്ടുണ്ടില്ല, വരൂല. അപ്പൊ അതും ഒരു മഹത്വമാണ്. പള്ളിയിലേക്ക് വന്നാലാണ് അത് കിട്ടുന്നത്. അല്ലാഹു അക്ബർ.
അതുപോലെ മലക്കുകളുമായിട്ട് ചേരലുണ്ട്. തൊട്ടടുത്ത് മലക്കുകൾ വന്ന് നിൽക്കുമല്ലോ. പള്ളിയിലുള്ള നിസ്കാരത്തിൽ മനുഷ്യർ മാത്രമല്ല, മലക്കുകൾ ഉണ്ടാവും, സ്വാലിഹീങ്ങളായ ജിന്നുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു സൈഡിലേക്ക് സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്ത് കരുതണം? ഇതെന്റെ വലതു ഭാഗത്തിരിക്കുന്ന മനുഷ്യര്, മലക്കുകള്, ജിന്നുകൾക്ക് ആണ് ഞാൻ സലാം പറയുന്നത് എന്ന്. ഇടത് ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ എന്റെ ഇടത് ഭാഗത്തിരിക്കുന്ന മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, ഇവർക്കാണ് ഞാൻ സലാം അടക്കുന്നത് നിയ്യത്ത് ചെയ്യണം. അപ്പൊ അവിടെ നിയ്യത്ത് ചെയ്യാൻ കാരണം അവിടെ ആരുണ്ട്? മലക്കുകളുണ്ട്. വീട്ടിലിരുന്നാൽ അത് കിട്ടൂല. അല്ലാഹുവേ, അതാണ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജമാഅത്ത് നിസ്കാരത്തിലുള്ള മഹത്വം നിങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കാലിൽ ഇഴഞ്ഞെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്ത് എന്നാണ് പറഞ്ഞത്. എന്റെ ഉമ്മത്ത് ജമാഅത്ത് നിസ്കാരത്തിലുള്ള മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവർ കാലിൽ ഇഴഞ്ഞെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു എന്ന്. ജൂതന്മാരുടെ ഒരു വാക്കുണ്ട്, അവർ പരസ്പരം പറയുന്നുണ്ട്. മുസ്ലിമീങ്ങളെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും. ഏതുവരെ? അവരുടെ പെരുന്നാളിനും ജുമ്മയ്ക്കും പള്ളിയിൽ എത്രത്തോളം ആളുകൾ വരുന്നുണ്ടോ അത്രത്തോളം ആളുകൾ അവരുടെ ഓരോ വഖത്ത് നിസ്കാരത്തിനും പള്ളിയിൽ വരാത്തിടത്തോളം നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന്. മനസ്സിലായില്ല? പോയിന്റ് മനസ്സിലായ? നമ്മളുടെ ശക്തി ഏതാണ്? നമ്മുടെ ജമാഅത്താണ്. നമ്മുടെ ജമാഅത്ത് നിസ്കാരവും നമ്മളുടെ സംഘബോധവും അങ്ങനെ വളർന്നു വന്ന് സാധാരണ ജുമ്മയ്ക്കും പെരുന്നാളിനും എത്ര ആളുകൾ പള്ളിയിൽ വരുന്നുണ്ടോ അത്രയും ആളുകൾ ഓരോ വഖത്ത് നിസ്കാരത്തിനും പള്ളിയിൽ വന്നാൽ അന്ന് പിന്നെ മുസ്ലിമീങ്ങളെ തകർക്കാൻ ശത്രുക്കൾക്ക് പറ്റൂല, ജൂതന്മാർക്ക് പറ്റൂല. ഇത് അവർക്കറിയാം. മനസ്സിലെ? അപ്പൊ നമ്മളെ തകർക്കാൻ ഇപ്പൊ അവർക്ക് എളുപ്പം എന്തുകൊണ്ടാണ്? നമ്മളെ പള്ളികളിൽ ആള് കുറയുന്നത് കൊണ്ടാണ്. ആയുധം കുറഞ്ഞിട്ടാണ്, ഇവിടെ എണ്ണ കുറഞ്ഞിട്ടാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഗ്യാസ് കുറഞ്ഞിട്ടാണോ? ഗൾഫ് മൊത്തം എല്ലാം സ്റ്റോപ്പായപ്പോ ഇവിടെ എന്താ? ഹോട്ടലുകൾ അടയ്ക്കാൻ പോവുകയാണ്. കാരണം എന്താ? അടച്ചു കഴിഞ്ഞു, അല്ലേ? കുറെ നാളുമ്പോ എണ്ണയ്ക്ക്, പാകിസ്ഥാനിൽ എണ്ണയ്ക്ക് വില കൂടി. എന്തുകൊണ്ടാ? എവിടെന്താ സാധനം വരുന്നത്? അല്ലേ? എന്നിട്ട് നമ്മൾ ലോകത്ത് നമ്മൾ കരയുന്നില്ലേ? എന്നിട്ട് നമ്മളെ കരച്ചിലല്ലേ ഓരോ ജുമ്മയ്ക്കും ഓരോ സമ്മേശം? അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല റബ്ബേ, അല്ലേ? നീ ഫലസ്തീനിലെ മക്കളെ സഹായിക്കണല്ല, ഗൾഫിനെ സഹായിക്കണല്ല, ഞങ്ങളെ സഹായിക്കണല്ല, അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ മുസ്ലിമായതിന്റെ പേരിൽ. അടിസ്ഥാന കാരണം ഇവിടെ കിടക്കുകയാണ്. ഇവിടെ കിടക്കാൻ അടിസ്ഥാന കാരണം ഇവിടെ കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ അമ്മമാര് തലേ കൈയിട്ട് പിരാവും, അല്ലേ? മനുഷ്യൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിട്ടാണ് കരയിലും കടലിലും എല്ലാ ഫസാദും ഉണ്ടായത്. നമ്മളൊന്ന ഖുർആന്റെ ആയത്താണത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും എല്ലാ ഫസാദും വെളിവായത് ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ ചെയ്തതുകൊണ്ട്. ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹുവേ, ഞങ്ങളുടെ അവസ്ഥ മാറ്റണേ എന്ന് ദുആ ചെയ്താൽ അല്ലാഹ് മാറ്റൂല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, മനുഷ്യൻ സ്വയം മാറണം. മനുഷ്യൻ സ്വയം മാറണം, എന്നാലേ അല്ലാഹു തആല മാറ്റുകയുള്ളൂ. എന്തെങ്കിലൊക്കെ ചെയ്യാൻ തയ്യാറായി ഇറങ്ങിയിട്ട് ദുആ ചെയ്യണം. അങ്ങനെയാണ് ഈ അസ്ഹാബുൽ കഹഫ് അവരവരെ നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടല്ലോ രക്ഷപ്പെടാൻ വേണ്ടി. അവിടെ ഒരു ആയത്തില് അല്ലാഹു തആല പറഞ്ഞെന്നറിയോ? ഇദാ ഖാമു, അവർ ആദ്യം പോകാൻ വേണ്ടി എഴുന്നേറ്റു, എന്നിട്ട് അവർ ദുആ ചെയ്തു. അപ്പൊ അല്ലാഹു ദുആ സ്വീകരിച്ചു. അവിടെ ഇരുന്നിട്ടല്ല അല്ലാഹു രക്ഷപ്പെടുത്തണേന്ന് ദുആ ചെയ്യുന്നത്. നമ്മൾ ഇരുന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. എന്തിന് തയ്യാറല്ല? പ്രതിരോധിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും തയ്യാറല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ, അതിനെ തുടർന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കത്തില് ജൂതന്മാരുടെ ആഗ്രഹം നമ്മളെ പള്ളികളിൽ ആള് കൂടരുത്. നമ്മൾ കണ്ടില്ല, അവര് വലിയ ബുദ്ധിമാന്മാരാണ് അവര്, അല്ലേ?
മാത്രമല്ല ഖുർആനൊക്കെ നമ്മളെക്കാൾ നല്ലതുപോലെ പഠിച്ചവരാണവർ. അതുകൊണ്ടാണ് വരും കാലത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളൊക്കെ അവർ കൃത്യമായി പഠിച്ചതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പിരുന്നവനുണ്ടല്ലോ, നെതന്യാഹുവിന് മുമ്പിരുന്നയാള്, അവന്റെ പേരെന്താ, അവിടുത്തെ പ്രസിഡന്റ്, നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് വലിയ ഓർത്തു അല്ലേ. അവന്റെ പദ്ധതി, ഒരു ബഡ്ജറ്റില് പഞ്ചവത്സര പദ്ധതിയിൽപ്പെട്ട ഒന്ന് ഏതായിരുന്നു? ഗർഖദ് എന്ന് പറയുന്ന ചെടി അവിടെ മുഴുവനും വെച്ച് പിടിപ്പിക്കലായിരുന്നു. എവിടെ നിന്ന് കിട്ടി? ഗർഖദ് അവരുടെ പഞ്ചവത്സര പദ്ധതിയിൽ നടപ്പിലാക്കുക, ഇസ്രായേലിൽ മുഴുവനും ഇത് വെച്ച് പിടിപ്പിച്ച് അതിനെ വളർത്തുക എന്നുള്ളത് എവിടെ നിന്ന് കിട്ടിയതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് കിട്ടിയതാ. ഈ നീചന്മാർ, ഈ ക്രൂരന്മാർ, ലോകത്തുള്ള മനുഷ്യർ ഇത്രത്തോളം വഞ്ചന കാണിച്ച്, ചതി കാണിച്ച്, ഈ ഇറാനിലെ കുഞ്ഞു മക്കൾ പഠിച്ചിരുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മക്കളെ മുകളിലൊക്കെ കൊണ്ടുവന്ന് ഈ ബോംബ് എറിയുമ്പോൾ നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള സർവ്വചരാചരങ്ങൾ ഇവന്മാരെ വെറുത്തുപോകും. ആരെ? ഈ ജൂതന്മാരെ. അവസാന മുസ്ലിമീങ്ങൾ ഇവരെ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോൾ, ഇവന് കല്ലിന്റെയും മരങ്ങളുടെയും പിറകിൽ ഒളിച്ചിരിക്കുമ്പോൾ അവരെല്ലാം മുസ്ലിമിനോട് ഈ കല്ലും മരവും വിളിച്ചു പറയും, യാ മുസ്ലിം തആൽ വറാഇ യഹൂദിയും ഫഖ്തുൽ, ഇനി വാ മുസ്ലിമേ, നീ വാളും കൊണ്ടുവാ, എന്റെ പിറകിൽ ദാ ജൂതനെ ഒളിച്ചിരിക്കുന്നവനെ കൊന്നുകളയാൻ പറയും. മരം വിളിച്ചു പറയും, കല്ലുകൾ വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ, ഗർഖദ് ഒഴികെ, അത് ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരങ്ങളാണ്, അതുകൊണ്ട് അതിന്റെ പിറകിൽ ഒളിച്ചിരുന്നാൽ അത് വിളിച്ചു പറയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് അവർ എന്ത് ചെയ്തത്? അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഗർഖദ് ഇസ്രായേൽ മുഴുവൻ വെച്ച് പിടിപ്പിച്ചത്. അപ്പൊ നിസ്സാരക്കാരാണോ? ഉടച്ചവന് അവരെ പോലത്തുള്ള ബുദ്ധി അല്ലേ? അല്ലാഹു അക്ബർ. അതാണ് ഈ അടുത്ത് വലിയൊരു ഇറാനിൽ യുദ്ധം നടക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പ് ഇറാനിലെ പ്രധാനപ്പെട്ട കുറെ ആളുകൾ കൊല്ലപ്പെട്ടല്ലോ, അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ. അവർ കൃത്യമായിട്ട് അവർ എവിടെയാണ് ചെല്ലുന്നത്, എവിടെയാണ് ആ സമയത്ത് അവരുടെ ഓഫീസുകളിൽ ഇരിക്കുന്നവർ അറിഞ്ഞത് മൊസാദിന്റെ ചാരപ്പണി ചെയ്ത ഒരു സ്ത്രീയിലൂടെയാണ്. നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും. ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാവോ? ഇറാനിൽ ചെന്നിറങ്ങി അവർ വളരെ പ്രശസ്തമായ ഒരു പള്ളിയിൽ ചെന്നു, ഇമാമിനെ കണ്ടു, അവിടുത്തെ ആളുകളെ കണ്ടു. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിരിക്കുകയാണ്. ഖുർആനിനേക്കാൾ വലിയ മഹത്വമുള്ള ഗ്രന്ഥമില്ല, അതിനേക്കാൾ പ്രായോഗികമായ ഒരു വേദഗ്രന്ഥമില്ല എന്നൊക്കെ പ്രസംഗിച്ച് അവരെ മുമ്പിൽ വെച്ച് ഒരു മുസ്ലിമായിട്ട് പിന്നെ ഇവര് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് പുതിയ മുസ്ലിം അല്ലേ, നമ്മളെ സാധാരണരൊക്കെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന ഒരാളെ കണ്ട് നമ്മൾ ബഹുമാനിക്കുമല്ലോ, നമുക്ക് അവരോട് വലിയ സ്നേഹമായിരിക്കും, വലിയ പ്രിയമായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്, പൈസയൊക്കെ കൊടുത്തിട്ട് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഈ പുതിയ മുസ്ലിമായെന്ന് പറഞ്ഞ് വന്നിട്ട് അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതെ ബിസിനസ് തുടങ്ങണം, അതൊക്കെ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മള് കാശൊക്കെ കൊടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് കാരണം നമ്മളൊരു രീതിയാണ്, നമുക്ക് അവരോടുള്ള സ്നേഹം സ്വാഭാവികമായിട്ട് ഉണ്ടാകും അല്ലെ. നമുക്ക് ആളുകളെ കുറഞ്ഞുകൊണ്ടൊന്നുമല്ല, അവർ സ്വർഗത്തിന്റെ വഴിയിലേക്ക് വന്നല്ലോ എന്നുള്ള നമ്മളൊരു സ്നേഹം. മാത്രമല്ല സക്കാത്തിന് അർഹരാണ് ആര്? പുതിയ മുസ്ലിമീങ്ങൾ. മുഅല്ലഫത്തി ഖുലൂബുഹും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ത്രീ ഇങ്ങനെ ഇറാനിലെ ആളുകളുമായി, ഇവര് വിദ്യാഭ്യാസമുണ്ട്, വളരെ സമർത്ഥയാണ്, സംസാരിക്കും. അപ്പോൾ അവിടെയുള്ള പ്രശസ്തരായ ആളുകളുമായി, സ്ത്രീകളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ആ ബന്ധം കടന്ന് അവിടുത്തെ വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ട് പോലും എന്ത് ചെയ്തു? വലിയ ബന്ധമായി. ഇവർ പള്ളികളിൽ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാൻ പോയി, വലിയ വലിയ സ്ഥാനത്തുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങളായി. അങ്ങനെ ബന്ധങ്ങളായി അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അവർ എവിടെയാണ്, എപ്പോഴാണ് ജോലിക്ക് പോകുന്നത്, അവരുടെ ഓഫീസ് ടൈം ഏതാണ്, ഇന്ന സമയത്ത് എവിടെയായിരിക്കും, ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ പോയിന്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങ് മൊസാദിന് പോയിന്റ് ചെയ്ത് കൊടുത്തു. 8-10 ഉദ്യോഗസ്ഥർ ഒരേ സമയത്ത് അവിടെ കൊല്ലപ്പെട്ടു ഇറാനിൽ. പിന്നെ ആ സ്ത്രീയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവിടെ. അത്രയും വലിയ തലയാണ് അവിടെ അല്ലെ. ഇപ്പൊ ഏറ്റവും പുതിയൊരു വാർത്ത, അവിടുത്തെ വൈസ് പ്രസിഡന്റ്, അവിടുത്തെ ഒരു പുതിയ ഇറാനിലെ അവിടുത്തെ വലിയ അധികാര സ്ഥാനത്തുള്ള ഒരാൾ തന്നെ മൊസാദിന്റെ ചാരനായിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്ത് കാണിച്ചിട്ടില്ല ഒന്നും പറയുന്നുണ്ട് അല്ലേ. അതാ നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്നവർ പോലും അതിന്റെ ആളുകളായിരിക്കും. അത് അവരുടെ ബുദ്ധിയാണ്, ജൂതന്മാർ. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് നമ്മളോടുള്ള അസൂയ 2 കാര്യത്തിലാണ്. അറിയോ? ജൂതന്മാർക്ക് നമ്മളോടുള്ള അസൂയ 2 കാര്യത്തിലാണ്. ഒന്ന്, നമ്മൾ ജമാഅത്ത് നിസ്കാരം, മറ്റൊന്ന് നമ്മളുടെ ആമീൻ പറച്ചില്. നമ്മളുടെ ആമീൻ പറച്ചിലിന്
ജൂതന്മാർക്ക് നമ്മളോട് അടങ്ങാത്ത അസൂയുണ്ട്. കാരണം എന്താ? ഒറ്റയ്ക്ക് ദുആ ചെയ്ത ഒരാളുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിൽ കൂട്ടമായിട്ട് ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ ഉത്തരം കിട്ടും, അള്ളാഹുവിന്റെ സഹായം കിട്ടും. ഈ രണ്ട് കാര്യങ്ങളോടാണ് നിങ്ങളോട് അസൂയ എന്ന് പറഞ്ഞതാര്? ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ആമീനും നിങ്ങളുടെ ജമാഅത്ത് നിസ്കാരവും ചോദിക്കി. അപ്പൊ നമുക്ക് വന്ന പരാജയങ്ങളൊന്നും അവരല്ല കാരണം. ആര് തന്നെ കാരണം? നമ്മൾ തന്നെ കാരണം. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണോ? കുറെ സമ്പാദിച്ച് കുറെ പണങ്ങൾ കിട്ടി എന്നും പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെടൂല. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഏത് കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ സമ്പത്തും സൗകര്യങ്ങളുമുള്ള ഇന്ന് നമ്മൾ രക്ഷപ്പെടണം. രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് പിന്നെന്തെയാണ് നമ്മൾ നന്നാക്കേണ്ടത്? അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ കാര്യത്തിലാ. അല്ലെ? ബദർ അങ്ങനെയായിരുന്നു. ഒടിഞ്ഞ വാളുകളും ഒട്ടിയ വയറുകളും ദാരിദ്ര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളും, പക്ഷേ ഖൽബ് സമ്പന്നമായിരുന്നു. അല്ലാഹ്. ഉഹുദ് നേരെ തിരിച്ചു. അതെ, ബദറിൽ നിന്ന് വിജയിച്ചതിന്റെ ഒരു എനർജി ഉണ്ട്, ആളുകൾ കൂടുതലുണ്ട്, സമ്പത്തുണ്ട്, വാഹനങ്ങളുണ്ട്, കുതിരകൾ, ഒട്ടകങ്ങളെല്ലാം. പക്ഷേ ആ സമയത്തേക്ക് എന്തായി പോയി? ഒരല്പം അള്ളാഹുവിൽ നിന്ന് പണി കിട്ടി. അള്ളാഹു തലമക്കെല്ലാം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തുള്ള ഉമ്മത്ത് മുസ്ലിമയ്ക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബർ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, മലക്കുകൾ നമ്മളെ വന്ന് പൊതിയുന്നു. അതില് പറഞ്ഞതല്ലേ? നമ്മൾ സലാമിലേക്ക് അവിടം വരെ പോയി. ശരി. ഖുർആൻ തജ്വീദ് അനുസരിച്ച് സാവധാനം ഓതാൻ ജമാഅത്ത് നിസ്കാരം കാരണമാണ്. അതുപോലെ റുക്നുകളും അബ്ആദ് സുന്നത്തുകള് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പരസ്പരം പഠിക്കാൻ ജമാഅത്ത് നിസ്കാരം കാരണമാകും. മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇസ്ലാം, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചിഹ്നം വെളിവാകുന്നത് ഈ ജമാഅത്തിലൂടെയാണ്. ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ ഉണ്ടെന്നറിയാൻ ആ നാട്ടിൽ ജമാഅത്ത് നിസ്കാരം ആവശ്യമാണ്. ഇബാദത്തിന് ഒരുമിച്ച് കൂടുന്നതിലൂടെ പിശാചിന് നമുക്ക് നാണം കെടുത്താം. കാരണം അവന്റെ ആഗ്രഹം നമ്മൾ കൂടരുതെന്നാണ്. അപ്പൊ നമ്മൾ കൂടുമ്പോൾ പിശാച് പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ ഇബാദത്തിന് പരസ്പരം സഹായിക്കാം. അലസതയുള്ളവർക്ക് ജമാഅത്ത് നിസ്കാരം ഉന്മേഷമാണ്. നിഫാഖിന്റെ വിശേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 40 ദിവസം ജമാഅത്ത് നിസ്കരിച്ചാൽ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാം. നമുക്കൊക്കെ നിഫാഖ് ഉണ്ടോ? അറിയാൻ പറ്റും നിഫാഖ് ഉണ്ടോ എന്ന്? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ വാക്കുണ്ട്. ഈ അടുത്ത് ഇങ്ങനെ കേട്ടതാണ്. അടുത്ത് ഈ ഹറമിലെ ഇമാം യാസിർ ദൗസരി, ഹറമിലെ ഇമാം, അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടതാണ്, ഞെട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല സഹാബാക്കളോട് ചോദിക്കുമായിരുന്നു, ലൗ അദ്ദനി റസൂലുള്ളാഹി മിനൽ മുനാഫിഖീൻ, മുത്തനബി തങ്ങൾ മുനാഫിഖീങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കുറച്ചൊക്കെ നിസ്കരിച്ചെത്തിയൊക്കെ ഇബാദത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ എവിടെ എത്തിയെന്ന്, അർശിലെത്തിയെന്നല്ലേ? ഇസ്ലാമിലെ 2ാം സ്ഥാനക്കാരൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? ഉമറേ, നിന്റെ കൊട്ടാരം ഞാൻ സ്വർഗത്തിൽ കണ്ടു. ഉമറേ, കയറണമെന്നുണ്ടായിരുന്നു, നിങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ കയറിയില്ല. മുഹമ്മദ് മുസ്തഫ ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ, ഉമറിന്റെ നാവിൽ അല്ലാഹു സത്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ ലൗ ലഖിയക ശൈത്താനു സാലികൻ ഫജ്ജൻ ഖത്തു ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നീ ഒരു വഴിയിലൂടെ കടന്നു വരുന്നത് ശൈത്താൻ കണ്ടാൽ അവൻ വേറെ വഴി കടന്നു പൊക്കളയോ. പിശാചിന് പോലും നിന്നെ പേടിയാണ് ഉമറേ. മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ്. ആ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി മുനാഫിഖുകളുടെ കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന്, അഥവാ സ്വന്തമായി നിഫാഖ് ഉണ്ടോ എന്ന് പോലും പേടിച്ച മഹാന്മാർ അവർ. ആലോചിച്ച് നോക്കി, അല്ലേ? അപ്പൊ നിഫാഖിനെ എല്ലാവരും പേടിക്കണം. കാപട്യം ഉണ്ടായി പോകുമോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത, അല്ലെ, ഈമാനും ഇബാദത്തുമാണോ എന്റെതെന്ന് എല്ലാവരും ആശങ്കപ്പെടണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ,
അപ്പോ മറ്റൊരു ഗുണം എന്താണ്? സാധാരണ നമ്മൾ പള്ളിയിൽ ഒരാൾ വന്നില്ലെങ്കിൽ നമ്മൾ അവനെ കുറിച്ച് എന്താ വിലയിരുത്തുന്നത്? നിസ്കരിക്കൂലെന്നല്ലേ വിലയിരുത്തുക. അപ്പൊ ജനങ്ങളിടയിൽ ഇവൻ നിസ്കാരക്കാരൻ അല്ല എന്നുള്ളൊരു മോശ ചിന്ത വരാതിരിക്കാനും ഏത് നല്ലതാണ്? പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതാണ് വനിയ്യത്ത് റദ്ദു സലാം അലൽ ഇമാം, ഇമാമിന്റെ മേൽ സലാം വീട്ടുമ്പോഴുള്ള നിയ്യത്ത്. അത് നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാണ് ഇമാമിന് സലാം അടക്കുന്നതിന്റെ നിയ്യത്ത് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇനും ദിക്റിനും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ചെയ്യുന്ന ദുആ അത് ബറക്കത്താണ്. വഅൂദു ബറക്കത്തിൽ കാമില അലന്നാഖിസി. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ കുറവുള്ള അഥവാ ഇബാദത്തിൽ എന്തെങ്കിലും ന്യൂനതയോ കുറവോ ഉള്ള ആളുകൾക്ക് അതിൽ പരിപൂർണമായവരുടെ ബറക്കത്ത് കൊണ്ട് അവൻ അത് സ്വീകരിക്കും. ജമാഅത്തായ നിസ്കാരത്തിൽ തന്നെ നിസ്കാരവും ദുആയും ഇപ്പൊ ഒരാളിന്റെ ഈമാൻ ആയിരിക്കില്ല മറ്റൊരാളിന്, ഒരാളിന്റെ നിയ്യത്തിന്റെ അത്രയും പവർ ഉണ്ടാവില്ല മറ്റേ ആളിന്റെ നിയ്യത്തിന്. ഇതെല്ലാം അല്ലാഹു തആല ജമാഅത്ത് നിസ്കാരമാവും ചെയ്യും പൂർണ്ണമായ ഈമാനുള്ള പൂർണ്ണമായ ഇബാദത്ത് ചെയ്യുന്നവരുടെ ബറക്കത്ത് കൊണ്ട് ചെറിയ ന്യൂനതയും പോരായ്മയുള്ളവരുടെ ദുആയും കൂടി അല്ലാഹു തആല സ്വീകരിക്കും. അതും ജമാഅത്ത് നിസ്കാരത്തിലാണ്. അയൽവാസികളുടെ ഇടയിൽ മാനസികമായ ഇണക്കമുണ്ടാകാൻ ജമാഅത്ത് നിസ്കാരം ആവശ്യമാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ, എല്ലാ മതിലുകളാണ് അല്ലെ, പരസ്പര ഒരു ബന്ധവും സഹകരണവും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പള്ളിയിൽ വരുന്നവരാണെങ്കിലോ ഒരു ദിവസം 5 നേരം എന്ത് ചെയ്യാൻ പറ്റും? ഒത്തുകൂടും, പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം, സലാം പറയാം. അപ്പൊ ഹൃദയം തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ പള്ളിയിൽ തന്നെ നിത്യമായി ജമാഅത്ത് നിസ്കാരത്തിന് വരുന്നവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് മുസാഫത്തെയും സലാം പറയും. അതിങ്ങനെ അപ്പൊ അവര് മരിച്ചെന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രയാസം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് വേദനിക്കൂലേ? പടച്ചവനെ ഇന്ന് സുബൈക്കും കണ്ട ആളാണ് അല്ലെ, ഇന്നലെ ഇഷാനും കണ്ട ആളാണ്. ഇത് ജമാഅത്തിന് വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബന്ധം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതും ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വമാണ് അല്ലെ. അപ്പൊ ഞാൻ തന്നെയും സ്ഥിരമായി ഇവിടെ നമ്മള് ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാൾ 2-3 ദിവസം കണ്ടില്ല എങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും. കാരണം എന്താ? സ്ഥിരം വന്നുകൊണ്ടിരുന്ന ആളാണല്ലോ അടച്ചത്, എന്ത് പറ്റിയെന്നുള്ളത് അല്ലെ. അങ്ങനെ പള്ളി വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാറില്ലല്ലോ. അപ്പൊ 2-3 ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ അത് കാര്യമാക്കൂല. അത് നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന്റെ സമയത്ത് പരസ്പരം ഓർമ്മിപ്പിക്കുവാനോ കാര്യങ്ങൾ ഇടപെടാനൊക്കെ ഇത് നല്ലതാണ്. ഇതെത്രയെന്നറിയോ? എണ്ണി പറഞ്ഞെത്രയോ? എത്ര? 25 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എത്രയാണ് ഇരട്ടി പ്രതിഫലം? എത്ര ഇരട്ടിയാ? 27. ഇപ്പൊ എത്ര പറഞ്ഞപ്പോൾ? 25. ഇനി ഇനി 2 കാര്യങ്ങൾ. അത് ഉറക്കെ ഓതി നിസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിൽ കിട്ടുന്നതാണ്. ഒന്ന്, വഹുമൽ ഇൻസാത്തു ഇൻദ ഖിറാഅത്തിൽ ഇമാമി വൽ ഇസ്തിമാഇ ലഹാ. ഇമാം ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു, അത് സുന്നത്താണ്. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. ഈ ആയത്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ? ഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. വഅൻസിതു, നിങ്ങൾ മൗനം പാലിക്കുക. എവിടെയെങ്കിലും ഖുർആൻ ശബ്ദം കേട്ടാൽ അതിന്റെ ഇടയിൽ സംസാരിക്കരുത്. നിർബന്ധമാണ്. ഇത് അംറുൽ ഇജാബ, നിർബന്ധത്തിന്റെ കൽപ്പനയാണ്, നിർബന്ധമാണ്. അപ്പൊ പിന്നെ അവിടെ നമ്മള് മറ്റൊരു കാര്യമുണ്ട്. ജനങ്ങൾ അശ്രദ്ധരായിരിക്കുന്നതിനിടയില്, ജനങ്ങൾ പല കാര്യങ്ങളിലും പല ചർച്ചകളും ആയിരിക്കുന്നതിനിടയില് നമ്മൾ എന്ത് ചെയ്യരുത്? അവിടെ ചെന്ന് ഖുർആൻ ഓതാനോ ഖുർആന്റെ റെക്കോർഡ് ഇടാനൊന്നും നിൽക്കരുത്. കാരണം അത് അവര് പാപികളാവും. ഖുർആൻ ഓതുന്ന കേട്ടിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ, അവർ വേറെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അവർ അത് കാരണം പാപികൾ. ഈ വാക്കിന്റെ ഈ കൽപ്പനയുടെ എതിരാണ്. അപ്പോ ചുരുക്കത്തിൽ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഓതൽ കേട്ട് നമുക്ക് ശ്രദ്ധിക്കാം, അതിനും പ്രതിഫലമാണ്. ഇമാം ആമീൻ പറയുമ്പോൾ ആമീൻ പറയുക. അത് ജമാഅത്തിലല്ലേ കിട്ടുള്ളൂ. അപ്പൊ അത് ഉറക്കോ നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് ഇമാമിനോടൊപ്പം. മലക്കുകളുടെ ആമീനിനോട് യോജിക്കുവാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ, ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു മഅ. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ഇമാമിനോടൊപ്പം ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക. ആരുടെ ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിക്കുന്നുവോ? എങ്ങനെ യോജിക്കും? ഇമാം ഫാത്തിഹ ഓതുമ്പോൾ അത് മലക്കുകൾ കേൾക്കുന്നു.
ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയുന്നു. ആ കൂട്ടത്തിൽ നമ്മളും ആമീൻ പറഞ്ഞാൽ, മലക്കുകളുടെ ആമീനിനോടൊപ്പം യോജിച്ചാൽ നമ്മൾ ആമീൻ അല്ല തള്ളിക്കളയാം. പക്ഷെ ആ മലക്കുകളുടെ ആമീൻ അല്ല തള്ളിക്കളയില്ല. അപ്പൊ മലക്കളുടെ ആമീന്റെ കൂട്ടത്തിൽ നമ്മളുടെ ആമീനും അല്ലാഹു സ്വീകരിച്ചു, നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ 27 കാര്യങ്ങളുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്. അല്ലാഹു തആല ഈ കേട്ടതിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ പരമാവധി ജമാഅത്തായി നിസ്കരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് വഖ്തിലാവട്ടെ, തറാവിയഹ് ആകട്ടെ, അതുപോലെയുള്ള ഏത് കാര്യങ്ങളും. അൽഹംദുലില്ലാഹ്.